ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 2. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കേയൂരാംഗദ കങ്കണോത്തമമഹ രത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൻ പീതാംബരാലംബിനീ ആലംബേ വിമലാംബുജാദ്യുതിപദാം മൂർത്തിം തവാർത്തിം ചിദം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമന്നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. കേയൂരം, അംഗദം എന്നിങ്ങനെയുള്ള തോൾവളകളാലും ഉത്തമങ്ങളായ കൈവളകളാലും ദിവ്യരത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന 4 തൃക്കൈകളിലും കൗമോദകി എന്ന ഗദ, പാഞ്ചജന്യം എന്ന ശംഖ്, സുദർശന ചക്രം, ചെന്താമര പൂവ് എന്നിവ ധരിച്ച് മനോഹരമായ ചെന്താമര പൂവിന്റെ കാന്തിയെ വെല്ലുന്ന തൃക്കാലടികളോടുകൂടി സന്താപനാശകരമായി നിർവചനീയമായ തേജസ്സോടെ വാണരുളുന്ന ഭഗവാന്റെ ദിവ്യ ശരീരത്തെ തന്നെ ഏകാശ്രയമായി കരുതി ഞാൻ ഭജിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 3. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിദാനതോഭിമധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോഭി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോ വാശ്ചര്യം ഭുവനേന കസ്യ കുതുകം ഉഷ്ണാതി വിഷ്ണോ വിഭോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമന്നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. സംസാര വർണവത്തിൽ നിന്നും കരകയറ്റാൻ സമർത്ഥനായ മഹാവിഷ്ണു ത്രൈലോക്യങ്ങളിൽ ഏറ്റവും മഹത്വം, പൂജിതവും ഉത്കൃഷ്ടവും ആയിരിക്കുന്ന വസ്തുവിനേക്കാൾ ഉത്കൃഷ്ടമായും മോഹന വസ്തുവേക്കാൾ അതിമോഹനമായും ശോഭയേറിയതിനേക്കാൾ അതിശോഭനമായും മാധുര്യമേറിയ വസ്തുവിനേക്കാൾ അതിമധുരമായും ശ്രേഷ്ഠ സൗന്ദര്യം തികഞ്ഞ വസ്തുവിനേക്കാൾ സുന്ദരമായും ആശ്ചര്യ വസ്തുവിനേക്കാൾ അത്യാശ്ചര്യകരമായും യാതൊന്ന് സ്ഥിതി ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ ദിവ്യരൂപം. അപ്രകാരമുള്ള ഭഗവാന്റെ ലീലാവിഗ്രഹം സകല മുക്തന്മാർക്കും ശ്രവണ സ്മരണാദികളിൽ ഔത്സുക്യത്തെ വർദ്ധിപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.